ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 യുദ്ധവിമാനം തിരുവനന്തപുരത്തെത്തി. ഇതുവരെ അത് ശരിയായില്ല. നമ്മുടെ മലയാളികളൊക്കെ ഇതിനെടുത്ത് അങ്ങ് ആഘോഷിക്കുക. ഓണം ആഘോഷിക്കുന്ന F-35നൊപ്പമാണെന്നൊക്കെ പറഞ്ഞു. ബ്രിട്ടനിലെ പരസ്യം ചെയ്തിരിക്കുന്നു അല്ലേ? അതെ, ടൂറിസം വകുപ്പ് ഇവിടെ പോലീസ് സുരക്ഷ ഇവിടെ വന്നിട്ട് ഇനി പോകാനേ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടനിലെ മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഗൗരവപരമായ ചില കാര്യങ്ങളില്ല. കാരണം F-35 പോലുള്ള ഒരു യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുന്നു. അപ്പോൾ ആ യുദ്ധവിമാനത്തിൽ അത്രയും പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കില്ലേ പ്രത്യേക സംഘം അടുത്ത ദിവസം 40 അംഗ സംഘം വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് നന്നായിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ഹാങ്ങറിലേക്ക് കയറ്റുന്നില്ല, കാരണം രഹസ്യം അവർ വന്നു കഴിഞ്ഞാൽ ഹാങ്ങറിലേക്ക് കയറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ അത് കയറ്റായിരിക്കണമെങ്കിൽ അത്രയും തന്ത്രപ്രധാനമായ ഒരു യുദ്ധവിമാനം, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലോകത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിമാനങ്ങളിലൊന്നാണ് F-35 ലൈറ്റ്നിങ്. അങ്ങനെയാണ്. പിന്നെ ABC 3 കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ വിമാനം ഇപ്പം നമ്മൾ ഇത്രയും കൂടുതൽ ആഘോഷിക്കാനുള്ള കാരണം, ഒന്ന്, നമ്മൾ കരുതുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനം, ഒരു യുദ്ധവിമാനം, ഒരു തരത്തിലും അതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത്ര മികച്ചതാണെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഈ 2006 F-35 വിമാനങ്ങൾ പറന്നു തുടങ്ങിയത്. ആദ്യത്തെ 7 വർഷം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ 7 വർഷം കഴിഞ്ഞ്, അതായത് 2013 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്താൽ F-35 25 വിമാനങ്ങൾ വീണിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ വീണിട്ടുള്ളത് ഒന്ന് F-35 ആയിരിക്കും എന്ന് പറയുന്നത്. ഇത് യുദ്ധത്തിലല്ല. യുദ്ധത്തിൽ വിമാനങ്ങൾ വീഴുന്നത് സ്വാഭാവികമാണ്. ശത്രുവായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ചിലതൊക്കെ വെടികൊണ്ട് വീഴാം. അതല്ലാതെ സമാധാനകാലത്ത് പറക്കുമ്പോൾ വിമാനങ്ങൾ തകർന്നു വീഴുന്നതിൽ ഒരുപക്ഷെ റെക്കോർഡ് എന്ന വിമാനങ്ങളിലൊന്ന് F-35 ആണ്. അതായത് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന പോലെയുള്ള മികവൊന്നും F-35 ഇല്ല എന്ന് ഒരു വാദമുണ്ട്. കണക്കുകൾ പറയാം. ഇപ്പം നമ്മളിപ്പം ട്രംപ് വന്ന ഉടനെ ഇന്ത്യക്ക് F-35 തരാമെന്നൊക്കെ പറഞ്ഞു. അതെ, നമ്മൾ വലിയ കാര്യമായി എന്നും നോ എന്നും പറഞ്ഞില്ല. പിന്നീട് ബാംഗ്ലൂരിൽ യലഹങ്കയിൽ നടന്ന എയർ ഷോ F-35 വന്നു. MK-30 അല്ല, 57 സുഖോയ് Su-57 വന്നു. ഇത് രണ്ടും കൂടെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എല്ലാവരും കണ്ണുവെച്ചത് Su-57നെയാണ്. അതായത് F-35 മികച്ചതാണ്, റഷ്യയുടെ വിമാനമാണെന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുവാണെങ്കിൽ F-57 മതി, റഷ്യ നമുക്ക് തരാമെന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ വന്നപ്പോൾ F-35 വേണ്ട എന്നൊരു തോന്നൽ പൊതുവെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ F-35ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. F-35 വലിയ നാണക്കേടാണ്. പക്ഷെ നല്ല നാണക്കേടെന്ന് പറയുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനമെന്ന് കരുതിയിടത്താണ് ഈ പാളിച്ച പറ്റിയത്. കാരണം നമുക്ക് F-22 ഉണ്ട്. F-22 ആണ് ഏറ്റവും മികച്ച വിമാനം. അമേരിക്ക ആർക്കും കൊടുത്തിട്ടില്ല, ഇസ്രായേലിന് പോലും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു F-22. അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ലോക്ഹീഡ് മാർട്ടിനാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്, ഈ വിമാനം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ F-22 ആണ് അവരുടെ ഏറ്റവും മികച്ച വിമാനം എന്ന് അവർ തന്നെ പറയുന്നു. രഹസ്യാത്മക സ്വഭാവമുള്ള വിമാനം. അമേരിക്ക ഈ നാറ്റോ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്കും ഒക്കെ F-35 ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജപ്പാനുണ്ട്, കൊറിയക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്രിട്ടന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾക്കും F-35 ABC ഉള്ള പല എക്സ്ക്ലൂസീവ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഉള്ള ഓവർ എക്സ്പെക്റ്റേഷൻ. ചില സിനിമകളുണ്ട് വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് ഇഷ്ടപ്പെടാതെ ആ ദിവസം പൊട്ടിപ്പോകുന്ന സിനിമകൾ എന്ന് പറയുന്ന പോലെയാണ്. വലിയ പ്രതീക്ഷയോടെ നമ്മൾ കരുതിയിരുന്നത് കൊണ്ടാണ് F-35 ഇത്രമാത്രം നമ്മൾ ട്രോളുന്നത്. അപ്പോൾ മലയാളിയുടെ ട്രോളിൻ്റെ കരുത്ത് ഇപ്പോൾ ബ്രിട്ടീഷുകാരൻ മനസ്സിലാക്കി. ഏതായാലും നമ്മുടെ മയൂര സിംഹാസനവും ഒക്കെ അടിച്ചുകൊണ്ട് പോയവരാണല്ലോ. അതുകൊണ്ട് അവൻ്റെ 1000 കോടിയുടെ വിമാനം ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ട്. കോഹിന്നൂർ രത്നം അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ കണക്ക് നോക്കുമ്പോൾ, ഞാൻ വെറുതെ ഈ കണക്കുകൾ നോക്കിയതാണ്, അതായത് ഈ 25 F-35 വിമാനങ്ങൾ തകർന്നു വീണതിൽ 20 എണ്ണവും അമേരിക്കയുടെയാണ്. അമേരിക്ക തന്നെ ഉപയോഗിച്ചിരുന്ന, അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന 20 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ബ്രിട്ടൻ്റെ 2 എണ്ണം, രണ്ടാമത്താണ് ഇപ്പോൾ കിടക്കുന്നത്. അപകടമല്ല, ഇത് പെട്ട് കിടക്കുകയാണ് അല്ലേ, ചിലടത്ത് പോയി ലോക്കായി കിടക്കുന്നത് ഉൾപ്പെടെ 2021 ബ്രിട്ടൻ്റെ വേറൊരു F-35 ഇതുപോലെ അപകടം പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ സൗത്ത് കൊറിയയിൽ 2022 F-35 വീണിട്ടുണ്ട്. ജപ്പാനിൽ 2018 2024 F-35 പെട്ടിട്ടുണ്ട്. ഇനി ഈ ആകെ കണക്കെടുക്കുകയാണെങ്കിൽ F-35A കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ 15 എണ്ണം അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട്.
ഇനി F-35Bയിൽ വരുന്ന 8 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. F-35B ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? അതെ. അപ്പം 8 അപകടങ്ങളിൽപ്പെട്ട് തകരുകയോ പറക്കാൻ പറ്റാത്ത നിലയിലോ ആയിട്ടുണ്ട്. പിന്നെ F-35C ഒരു കാറ്റഗറി ഉണ്ട്, അതിൽ 2 അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ 25 F-35 കാറ്റഗറിയിൽപ്പെടുന്ന വിമാനങ്ങൾ അപകടത്തിൽപ്പെടുകയോ തകരുകയോ പറന്ന് പൊന്താൻ പറ്റാത്ത അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു വിമാനം വന്ന് വീണത് അത്ര തരത്തിൽ വലിയ കാര്യം കുറ്റം പറയാനൊന്നുമില്ല. കാരണം ഇത് ഒരു കുറ്റമുള്ള വിമാനമാണ്. ഏറ്റവും മികച്ചതൊന്നുമല്ല, ഏറ്റവും മികച്ചതൊന്നും. നമ്മൾ നേരെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മളാണല്ലോ കഴിഞ്ഞ ദിവസം B2, അതായത് ഇറാനിൽ പോയി ആക്രമണം നടത്തിയിട്ട് 2 സ്റ്റെൽത്ത് വിമാനങ്ങൾ 2 ഗ്യാങ് ആയിട്ടാണ് ഒന്ന് വഴിതെറ്റിക്കാൻ പോയി, 7 റഡാർ ഓഫ് ചെയ്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞുള്ള വിവരം നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊരു സെറ്റ് തിരിച്ചു വന്നില്ല എന്നുള്ള വാർത്ത ഒരാഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം മിനിഞ്ഞാന്നാണ് മനോരമയിൽ ആ വാർത്ത വന്നത് അല്ലേ? മാതൃഭൂമിയുടെ ഓൺലൈനിൽ ഇന്നലെയുണ്ട്. നമ്മൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞപ്പോൾ നമ്മുടെ താഴെ പിന്നെ ഇവന്മാർക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു വെറുതെ തള്ളു കാണുന്നു. ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും വിടുന്നുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞ ഒരാഴ്ച മുമ്പേ നമ്മൾ പറഞ്ഞതാണ്. അതിൽ നമ്മൾ പറഞ്ഞു, ഒന്ന് ഹോണോലുലുവില് ആ എയർപോർട്ടിൽ ഒരു B2 ഫൈറ്റർ കിടപ്പുണ്ട്. ഒരു മുൻ പൈലറ്റ് വിമാനത്തിൽ നിന്ന് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണിച്ചിട്ടും ഇത് നമ്മൾ പറഞ്ഞ വീഡിയോ മുഴുവൻ കാണാതെ നമ്മളെ തള്ളു മാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആളുകളുണ്ട്. അവരിപ്പോൾ മനോരമയും മാതൃഭൂമിയൊക്കെ ഒന്ന് വായിക്കണം. ഓൺലൈനിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് വന്ന വാർത്തകൾ. അപ്പോൾ നമ്മളിത് പറയുന്നത് കൃത്യമായി നമ്മൾ ഈ ഏവിയേഷൻ സൈറ്റുകളിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കൃത്യമായി, കാരണം ഏവിയേഷൻ സൈറ്റുകൾ വളരെ രസകരമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ സൈറ്റുകളൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒന്ന് കയറിപ്പോയാൽ നമ്മൾ ലഹരി അടിക്കുന്ന പോലെ അഡിക്റ്റ് ആയിപ്പോകും. എല്ലാ ദിവസവും നമുക്ക് ഏവിയേഷൻ ജേർണലിസം തന്നെ ഒരു വലിയ ശാഖയാണ്. നമുക്ക് പുതിയ 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 കാര്യങ്ങൾ കിട്ടും. കാരണം വിമാനങ്ങൾ നമ്മുടെ വലിയൊരു കൗതുകമാണ്. വിമാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ, ഡാറ്റകളൊക്കെ ഏവിയേഷൻ സൈറ്റുകളിൽ കിട്ടും. നമ്മൾ ഈ ഏവിയേഷൻ സൈറ്റുകളൊക്കെ ഫോളോ ചെയ്തിട്ടാണ്, അല്ലാതെ സിനുവും സുനിലും ഏവിയേഷൻ എഞ്ചിനീയർമാരാണോ? അല്ല, നമ്മളൊന്നുമല്ല. നമ്മൾ വെറും വായനക്കാരാണ്, സ്റ്റുഡൻസ് ആണ്. ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ ഏവിയേഷൻ സൈറ്റുകളിൽ പോയി കണ്ടെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രേക്ഷകരോട് പറയുന്നത്. അതിനകത്ത് തെറ്റ് പറ്റിയാൽ പോലും നമ്മുടെയല്ല, ആ സൈറ്റുകളിലെ ഡാറ്റയിലെ പെശകാണ്. അപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ഒന്നുമല്ല. നമ്മൾ ഈ പറയുന്നത് നമ്മളൊരു വായനക്കാരനെ പോലെ അത് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഈ F-35 വിമാനം ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം ഒന്നുമല്ല, അതൊരു തള്ളു മാത്രമാണ്. അവരുണ്ടാക്കിയ തള്ളാണ്. പിന്നെ നമ്മളൊക്കെ സായിപ്പിനെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനമുള്ളൂ. നമ്മൾ എണീറ്റ് നമ്മുടെ മൂഡ് കസേരയിൽ നിന്ന് പൊങ്ങുമല്ലോ. അപ്പോൾ സായിപ്പിന്റെ വിമാനം വന്നപ്പോൾ, അമേരിക്കൻ വിമാനം ബ്രിട്ടീഷുകാരൻ മേടിച്ച് വന്നിറങ്ങിയപ്പോൾ നമ്മുടെ രോമകൂപങ്ങളൊക്കെ പൊങ്ങി നിന്നു. ഒന്നുമില്ല, ഒരു സാധാരണ വിമാനം, അത്രയൊക്കെ ഉള്ളൂ. സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്, ശരി, ഓക്കെ, ഫൈൻ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അടച്ചാക്ഷേപിച്ച് F-35 ഒന്നിനും കൊള്ളത്തില്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹൈപ്പിനനുസരിച്ചുള്ള വിമാനമല്ല. അത് 25 വീണിട്ടുണ്ട്, 25 പെട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിമാനം വലിയ സംഭവമാണ്. അതൊരു വിമാനം, അമേരിക്കയുടെ മികച്ച വിമാനങ്ങളിലൊന്ന്, ലോകത്തെ മികച്ച നമുക്ക് ഇന്ത്യക്കില്ല. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ സമ്മതിച്ചു. അതുകൊണ്ടത് മോശമാണെന്നല്ല, പക്ഷേ നമ്മൾ ഓവർ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വിമാനവും ഗുരുതരമായ പ്രതിസന്ധികളിൽ ഇതിനു മുമ്പും പെട്ടിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. ഈ അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കി എയർപോർട്ടിൽ F-35B തകർന്നു വീണപ്പോൾ പൈലറ്റ് ഇജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അയാൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. പക്ഷേ ഈ വേറെ കാര്യം പറയാതെ വയ്യ കേട്ടോ. F-35ൻ്റെ 25 അപകടങ്ങൾ ഇവിടെ ഈ തിരുവനന്തപുരത്ത് അപകടമല്ല, വന്നിറങ്ങിയതാണ്, ഒഴിവാക്കിയാൽ അതിലൊന്നിലും പൈലറ്റുമാർ കൊല്ലപ്പെട്ടിട്ടില്ല, രക്ഷപ്പെട്ടില്ല, അവർക്കൊന്നും പറ്റിയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിമാനം തകർന്നിട്ട് പൈലറ്റുമാർക്ക് ജീവഹാനി പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ഗുണം വേണമെങ്കിൽ പറയാം. ഒരാൾക്ക് ഈ പറഞ്ഞ ആൽബക്കർക്കി എയർപോർട്ടിലെ ഈ ദുരന്തത്തിൽ മാത്രമാണ് ഒരു പൈലറ്റിന് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നെയുള്ളത് 2022 ജനുവരി 24 F-35 വലിയ നാണക്കേടുണ്ടായി. ഒരുപക്ഷെ സിനു ഓർക്കുന്നുണ്ടാവും, സിനുവും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അമേരിക്കയുടെ വിമാനവാഹന കപ്പലുണ്ടല്ലോ കാൾ വിൻസൻ്റിലേക്ക് ഒരു F-35 വന്ന് പറന്നിറങ്ങി. അത് വന്ന് അതിൻ്റെ ഡെക്കിൻ്റെ പിന്നറ്റത്ത് ഇടിച്ചിട്ട് ഇത് നേരെ കടലിൽ പോയി. കപ്പലിൽ നിന്ന് ഇടിച്ച് 7 നാവിക ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റി. അതിൻ്റെ വാലിടിച്ച് കപ്പലിനും പരിക്ക് പറ്റി. വിമാനം ഫ്ലിപ്പ് ചെയ്ത് കടലിൽ പോയി. ചൈന കടലിലാണ് പോയത്. ചൈന കടലിൽ പോയി. കടലിൽ ഇത് വീണാലും അമേരിക്ക ഇത് പൊക്കിക്കൊണ്ടുപോകും. അമേരിക്കയുടെ വിമാനങ്ങൾ
എവിടെ പോയാലും അമേരിക്ക അത് എടുത്തുകൊണ്ട് പോകുക, അതിൻ്റെ രഹസ്യം ചോർന്നു പോകരുത്. അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തു, ഇത് ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ചൈന കടലിൽ നിന്ന് 12,400 അടി താഴ്ചയിൽ കിടന്ന വിമാനം മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് മുങ്ങി പാർട്സായിട്ട് കടലിനടിയിൽ വെച്ച് അഴിച്ചെടുത്തിട്ടാണ് ഈ സാധനം കൊണ്ടുപോയി. അപ്പോൾ ഈ F-35 ഇങ്ങനെയൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴും ചിലരൊക്കെ പറയുന്നത്, ചിലരൊക്കെ പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആളുകൾ പറഞ്ഞിങ്ങനെ വിശ്വസിപ്പിച്ചു, ഈ വിമാനം സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനം, ആരും കാണാതെ റഡാറിനെയൊക്കെ പറ്റിച്ച് ഇങ്ങനെ പറന്നു വരികയായിരുന്നു. ഇന്ത്യ പല തിയറികളാണ്. ഒന്ന്, ഇന്ത്യയിൽ നിന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നിട്ട് ഇറാനെ ആക്രമിക്കാൻ പറ്റുമോ എന്ന് നോക്കണമായിരുന്നു. അതിന് നമ്മുടെ നേവൽ ബേസ് ഉപയോഗിക്കാൻ പറ്റുമോ, നമ്മുടെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയണം. അതിന് വന്നതാണ് പിന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ എത്രമാത്രം ഉണ്ടെന്നൊരു പരിശോധിപ്പിക്കാൻ, ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ് എന്നൊക്കെയുള്ള കഥകൾ ഒരുപാടുണ്ട്. പാറ്റൺ ബോസിൻ്റെ കഥകൾ പോലെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പറയുന്നത്, ഈ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്ത് പറന്നു വരുന്ന വിമാനം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ശരി, പക്ഷേ ട്രാൻസ്പോണ്ടർ ഇവർ ഓൺ ചെയ്തിട്ടാണ് 7700 എന്നുള്ള എമർജൻസി കോഡ് അയച്ചത്. ഞങ്ങൾക്ക് അടിയന്തരമായി ഇറങ്ങണം. ആ കോഡ് അയക്കണമെങ്കിൽ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്യണം, റേഡിയോ ഓൺ ചെയ്താൽ മാത്രമേ ഈ കോഡ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പറയുന്നത് ഇവർ 7 സെക്കൻഡ് നേരത്തേക്ക് F-35 എന്ത് ചെയ്തു, ഈ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്തിട്ട് 7700 എന്നുള്ള എമർജൻസി കോഡ് സംപ്രേഷണം ചെയ്തു, എന്നിട്ടത് ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഓൺ ചെയ്ത 7 സെക്കൻഡ് നേരം കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ട് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള എല്ലാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലും ഈ വിമാനം വന്നു. അപ്പം അങ്ങനെ തിരസ്കരണിയിട്ട് മന്ത്രം ചൊല്ലി അദൃശ്യനായിട്ടൊന്നും അല്ല വന്നിറങ്ങിയത്. അവൻ ഒന്നാമത് സ്റ്റെൽത്ത് മോഡിലല്ല ഈ വിമാനം സാധാരണ പറക്കുന്നത്. ട്രാൻസ്പോണ്ടറുകളും ഓഫായിരുന്നു. പക്ഷെ അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവന് സഹായം കിട്ടാൻ വേണ്ടി 7700 എന്നുള്ള കോഡ് അയച്ചപ്പോൾ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലും ഇത് മാർക്ക് ചെയ്തത്. പിന്നീട് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും കൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ഈ വിമാനത്തെ കുറിച്ചുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വലിയ നാണക്കേടല്ല, ഇപ്പോഴും അവിടെ കിടക്കുന്നു എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് എല്ലാം മാറ്റി. നോക്കൂ, വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മളൊരു സാമൂഹ്യ മാധ്യമമാണ് അല്ലേ, നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ട്. ഓൺലൈനിലെല്ലാം F-35 കുറിച്ച് വലിയ വാർത്തകളുണ്ട്. എത്ര പത്രത്തിൽ വാർത്തയുണ്ട്, എത്ര ചാനലുകളിൽ വാർത്തയുണ്ട്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന ഏത് ചാനലാണ്? റിപ്പോർട്ടർ TV. ഇപ്പോൾ നമ്മളിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ TVയിൽ എപ്പോഴെങ്കിലും ഇതിനെ അപകസിച്ചോ? റിപ്പോർട്ടർ TV കുറ്റം പറയില്ല. നമ്മുടെ ഏതെങ്കിലും വിഷ്വൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് F-35 കുറിച്ചുള്ള വലിയ സ്റ്റോറികൾ വരാത്തത്? ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ബ്രിട്ടനിലെ അമേരിക്കയിലെയും പത്രങ്ങളോട് അവിടുത്തെ സർക്കാരുകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കേരളത്തിൽ കിടക്കുന്ന, ഇന്ത്യ കിടക്കുന്ന വിമാനത്തെക്കുറിച്ച് വലിയ വാർത്തകൾ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ ഇവിടെ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും ഈ മാധ്യമങ്ങളോട്? ഇപ്പോൾ ഈ വേണമെങ്കിൽ എത്രയോ ട്രോളുകൾ ഇതിനെക്കുറിച്ച് ചെയ്യാം അല്ലേ? ഈ വിമാനം അവിടെ കിടക്കുന്നു എന്നുള്ള സ്റ്റോറി വീണ്ടും ആരും ആദ്യത്തെ ദിവസങ്ങളിൽ വിമാനം അവിടെ ഇറങ്ങിയെന്ന് കാണുന്നു. ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം? ഫോളോ അപ്പ് സ്റ്റോറികളില്ല. സാധാരണ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം ഇതുപോലെ വന്ന് കിടന്നാൽ വലിയ വാർത്തയായാൽ നമ്മുടെ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അപ്പോൾ ആരോ നമ്മുടെ ഈ ചാനലുകളോട്, പത്രങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ സംശയമാണ്. നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഒന്നെങ്കിൽ അമേരിക്ക ആയിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടൻ ആയിരിക്കും. അങ്ങനെ ചെയ്യാതിരുന്നാൽ, അങ്ങനെ പറഞ്ഞ അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ, അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങൾ വാർത്ത കൊടുത്ത് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ കേൾക്കുമോ? ഇല്ല. സാധാരണ കേൾക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കനപ്പെട്ട എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.